എക്സാമിന് മാത്തമാറ്റിക്കൽ ചാൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, എ പേഴ്സൺ ആസ്ക്ഡ് ടു സേ നമ്പർ ഫ്രം ദ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പർ. 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് വരുന്നത്. ദ പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ ഈസ് ടു ബി ഓഡ്, അത് ഹാഫ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പർ ആണ് സാമ്പിൾ സ്പേസ് എസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഏതൊക്കെയാ മക്കളെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതാണ് നമുക്ക് ഇവിടെ എസ് ആയിട്ട് വരുന്നത്. അപ്പൊ എൻ ഓഫ് എസിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ എൻ ഓഫ് എസ് 10 കിട്ടി. നമ്മൾ ഈ ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാതെ ഇത് ട്രൂ ആണോ ശരിയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്ത് തന്നെ നോക്കണം. ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണത് പ്രോബബിലിറ്റി ഓഫ് നമ്പർ ഈസ് ടു ബി ഓഡ് എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്, ഓഡാണ് നമ്മളിവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. എ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം എന്താണ്, ഓഡ് നമ്പർ. ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ എത്ര ഓഡ് ഉണ്ട്, എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ എഴുതാം. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ പകുതി. 10 നമ്പർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പറയാം അതിന്റെ പകുതി ആയിരിക്കും ഓഡ് നമ്പർ, പകുതി ആയിരിക്കും ഈവൺ നമ്പർ. അപ്പൊ എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ 5 വരും. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/10. ആൻസർ ഈസ് 1/2. അപ്പൊ അത് ശരിയാണ്. ഒന്നെന്ന് പറഞ്ഞ ആൻസർ നമുക്ക് ശരിയാണ്, കറക്റ്റ് അല്ലേ? കാരണം പ്രോബബിലിറ്റി ഫോർ ദ നമ്പർ ഓഫ് ഓഡ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണേ, പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുക്കുക, മൾട്ടിപ്പിൾ ഓഫ് 3. മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന നമ്പേഴ്സ് അത് ഏതൊക്കെ വരും, 3 വരും, 6 വരും, 9 വരും. 3 നമ്പർ മാത്രമേ നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 3 ആയിട്ട് വരുന്നുള്ളൂ. ഇവിടെ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അപ്പൊ നമ്മൾ ബി എന്ന് കൊടുക്കാം. മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും മക്കളെ, അതായത് 3ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 3 വരും, 1 3 3. അപ്പൊ 3 നമുക്ക് മൾട്ടിപ്പിൾ ആണ്, 3 2 6, 6 മൾട്ടിപ്പിൾ ആണ്, ദെൻ 3 9, 9 മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് 3 നമ്പറാണ് കിട്ടണേ. അപ്പൊ നമ്മുടെ എൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 വരും. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് ബി ബൈ എൻ ഓഫ് എസ് വരും. ദാറ്റ് ഈസ് 3 ഡിവൈഡഡ് ബൈ 10 വരും. നമ്മുടെ ആൻസർ 3/10 ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണേ എന്താണ്, 2/3 പറഞ്ഞേക്കണേ. നമുക്ക് തന്നിരിക്കുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആൻസർ എന്ന് പറഞ്ഞേക്കണം 2/3 വന്നേക്കണേ. അപ്പൊ നമുക്ക് കിട്ടുന്ന 3/10 ആണ്. അപ്പൊ അത് കറക്റ്റ് ആണോ? അപ്പൊ അത് ഫോൾസ് ആണ്, തെറ്റാണ്. അപ്പൊ നമ്മൾ അത് എഴുതി. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നേക്കണ 2/3 ആണ്. നമുക്ക് കിട്ടുന്ന ആൻസർ കറക്റ്റ് ഏതാ, 3/10 ആണ്. അപ്പൊ ഇത് രണ്ടും എന്താണ്, തന്നിരിക്കുന്ന ആൻസർ തെറ്റാണ്. ഒറിജിനൽ ആൻസർ 3/10 ആണ്. അപ്പൊ ആൻസർ 2/3 ഈസ് എ ഫോൾസ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ദാറ്റ് പ്രൈം നമ്പർ ആണ്. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ. അപ്പൊ സി എന്ന് കൊടുക്കാം നമുക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൈം നമ്പർ. പ്രൈം നമ്പർ ആണ്. അപ്പൊ സി എന്ന് പറഞ്ഞ പ്രൈം നമ്പർ ഏതൊക്കെയാ, 2 ഫസ്റ്റ് പ്രൈം നമ്പർ ആണ്. 2 വേറെ ഒന്നും ഫാക്ടർ ഇല്ല. 3 പ്രൈം നമ്പർ ആണ്. 5 ഒരു 3 3 ഉള്ളൂ. 5 ഓരഞ്ച് 5 7 പ്രൈം നമ്പർ ആണ്. ഈ 9 പ്രൈം നമ്പർ ആവില്ല, കാരണം 3 9 വരും. അപ്പൊ എൻ ഓഫ് സി എന്ന് പറഞ്ഞാൽ എത്ര വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വരും. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി പി ഓഫ് സി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് സി ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് വരും. ദാറ്റ് ഈസ് 4/10 വരും. ഇവിടെ നമുക്ക് തന്നേക്കുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 2/5 ആണ്. അത് കറക്റ്റ് ആണ്. കാരണം 4നെ നമുക്ക് 2 × 2 എന്ന് എഴുതാം, 10നെ നമുക്ക് 2 × 5 എന്ന് എഴുതാം. 2 × 2 വെട്ടിപ്പോവും. അപ്പൊ 2/5. അപ്പൊ ആൻസർ എന്താ, കറക്റ്റ് ആണ്. അപ്പൊ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ട്രൂ ആണ്. നമുക്ക് മൂന്നാമത് ട്രൂ ആയിട്ട് കിട്ടി. ഇനി നാലാമതൊരു ക്വസ്റ്റിനോട് എവിടെയുണ്ട്, ദ പ്രോബബിലിറ്റി നമ്പർ ഇസ് ടു ബി പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്ന നമ്പർ, പ്രോബബിലിറ്റി ഓഫ് ദ നമ്പർ ടു ബി എ പെർഫെക്റ്റ് സ്ക്വയർ. ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ വരുന്ന നമുക്ക് ഡി എന്ന് കൊടുക്കാം. പെർഫെക്റ്റ് സ്ക്വയർ വരുന്ന 1 ആണ്. 1 × 1 1 വരും. പിന്നെ 4 വരും. 2 × 2 4 വരും. പിന്നെ 3 × 3 9 വരും. 3 നമ്പറാണ് പെർഫെക്റ്റ് സ്ക്വയർ വരുന്നത്. അപ്പൊ എൻ ഓഫ് ഡി എന്ന് പറഞ്ഞാൽ 3. അപ്പൊ പി ഓഫ് ഡി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് ഡി ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 10. അവിടെ നമ്മുടെ ആൻസർ തന്നേക്കണം നമുക്ക് എന്താണ്, 1/4 ആണ്. അപ്പൊ ആൻസർ നമുക്ക് തന്നേക്കണത് 1/4. അപ്പൊ അത് തെറ്റാണ്. കറക്റ്റ് ആൻസർ ഈസ് 3/10 ആണ്. അപ്പൊ നമ്മുടെ ആൻസറുകളെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ എ എന്ന് പറഞ്ഞ 1 and 2 ട്രൂ എന്ന് പറഞ്ഞേക്കണം. 1 2 ഏതൊക്കെ ഇവിടെ ശരിയുള്ളത്, ഈ മൂന്നാമത്തെയും ഒന്നാമത്തത് മാത്രമല്ലേ ട്രൂ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ കറക്റ്റ് ഏതാണ്, 1 and 3 എന്ന് പറയുന്നത് ട്രൂ ആണ്. ബാക്കി ഒന്നും ശരിയല്ല. അത് ഏതാ ഓപ്ഷൻ വരുന്നത്, 1 and 3 ട്രൂ ആയിട്ട് വരുന്ന ബി ആണ് ആൻസർ വരുന്നത്.
അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് B ആണ്. ഒരു ക്വസ്റ്റിനും നമ്മൾ ചുമ്മാ ഊഹിച്ചൊന്നും ആൻസർ എഴുതാൻ പറ്റത്തില്ല. നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ അതിന് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും വരുമ്പോൾ ഇങ്ങനത്തെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ കറക്റ്റായിട്ട് നമ്മളത് ചെയ്ത് നോക്കണം. എന്നിട്ട് ഓപ്ഷനിൽ ഏതാണ് ശരിയെന്ന് നോക്കുക. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി എന്ന് ചോദിച്ചാൽ വേറെ ക്വസ്റ്റ്യൻ ആണ്. ഈ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ 3 ഡിജിറ്റ് നമ്പർ. അപ്പോൾ ഇവിടെ നമുക്ക് 3 നമ്പർ തന്നേക്കണേ. 2, 5, 7 എന്ന് പറയണം 3 നമ്പർ. അത് 3 ഡിജിറ്റ് നമ്പറാണ്. വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാതെ നമ്മൾ 3 ഡിജിറ്റ് നമ്പർ എഴുതണം ഈ 3 നമ്പർ ഉപയോഗിച്ച്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? ഫസ്റ്റ് നമ്പർ ഈസ് 2 ആണ്. അപ്പോൾ 5, 7 ഫസ്റ്റ് ഒരു നമ്പർ കിട്ടി. ഇനി ഇതേ നമ്പർ തന്നെ 2 അവിടെ നിർത്തി കഴിയുമ്പോൾ ഈ 2 നമ്പർ തിരിച്ചിട്ട് 2, 7, 5 എഴുതുക. അടുത്ത നമ്പറായി. ഇനി അടുത്ത് വരുമ്പോൾ 5, 2, 7 എഴുതുക. അടുത്ത ഒരു നമ്പറായി. അടുത്ത 5 അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ഇത് രണ്ടും തിരിച്ചിടുക. 7, 2. ഇപ്പം നമ്പറുകൾ മാറി പഠിക്കാൻ വേണ്ടിയിട്ടാണ്, എളുപ്പമുണ്ട്. അടുത്ത നമ്പർ 7 എടുക്കുക. ഇത് 5, 2 ആയി. അടുത്ത് 7, 2, 5 ആയി. അപ്പോൾ മൊത്തം നമ്മുടെ എത്ര നമ്പറാണ്? ടോട്ടൽ നമുക്ക് 6 നമ്പറാണ് കിട്ടിയത്. അപ്പോൾ N(s) എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആയി. ഇനി ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 500 എന്ന് പറഞ്ഞേക്കണേ. 500ൽ മുകളിലുള്ള നമ്പറിന്റെ പ്രോബബിലിറ്റി. അപ്പൊ നോക്കിക്കേ, 500ന് മുകളിലുള്ള നമ്പർ ഈ 2 റോ അല്ലേ? അപ്പൊ എ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 500. ഗ്രേറ്റർ ദാൻ 500, 500നേക്കാൾ മുകളിലുള്ള നമ്പേഴ്സ്. അപ്പൊ N(a) എന്ന് പറഞ്ഞാൽ എത്ര വരും? എത്ര ഉണ്ട്? 4 എണ്ണം അല്ലേ? 4 അല്ലേ വരുന്നത് ഇവിടെ. അപ്പൊ നമ്മുടെ പ്രോബബിലിറ്റി ആൻസർ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു P(a) എന്ന് പറഞ്ഞാൽ N(a) ഡിവൈഡഡ് ബൈ N(s). N(a) എന്ന് പറഞ്ഞാൽ എത്രയാ? 4. ദെൻ N(s) എന്ന് പറഞ്ഞാൽ എത്രയാ? ടോട്ടൽ 6. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് 4/6. വേണമെങ്കിൽ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ എഴുതിയാലും മതി. ഇതുപോലത്തെ നമ്പറുകൾ നമ്മൾ നമ്മുടെ ലെവൽ 1 ഇഷ്ടമാതിരി പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. 500ഓളം വരുന്ന ലൈവ് റെക്കോർഡഡ് വീഡിയോ നമ്മുടെ ക്ലാസ് ഓവറുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ 1999 രൂപയ്ക്ക് കുട്ടികൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ അയക്കുക. ഇനിയുള്ള എക്സാംസ് എല്ലാം തന്നെ നിങ്ങൾ കൺസെപ്റ്റുകൾ നന്നായി മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് എക്സാം എഴുതാം. നമ്മുടെ ലെവൽ 1 എന്ന് പറയുന്നത് ഓരോ ചാപ്റ്ററിൻ്റെയും ശരിയായിട്ടുള്ള കൺസെപ്റ്റുകളാണ്. അതിനകത്ത് വരുന്ന ഒരേപോലത്തെ പ്രോബ്ലംസുമാണ്. ആ ലെവൽ 1 പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് മാത്സ് വളരെ ഈസി ആയിട്ട് ഫുൾ മാർക്ക് മേടിക്കാൻ സാധിക്കും.